ഓക്കെ, നമുക്കിനി ബോർ ആറ്റം മോഡൽ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫൈൻ. ഈ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത് മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറിയിൽ നിന്നും ഉള്ള ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യില്ല, അതൊരു ഡിസ്കണ്ടിന്യൂസ് പാക്കറ്റ്സ് ഓഫ് എനർജി എമിറ്റ് ചെയ്യുള്ളൂ എന്നുള്ള ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റും, അതുപോലെ ആറ്റത്തിൻ്റെ ഉള്ളിൽ സ്പെക്ട്രം ബോർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ, ബോറാണ് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, അപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ട് അനേകം എനർജി ലെവലുകളുണ്ട്. ആ എനർജി ലെവലിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഡ്രോപ്പ് ചെയ്താൽ ഒരു വേറെ ലെവലിലേക്ക് അതിന് എന്ത് ചെയ്യാം, എക്സൈറ്റ് ചെയ്യാം, അഥവാ മുകളിലേക്കും പോവാം താഴേക്കും വരാം. എക്സൈറ്റേഷനോ ഡി എക്സൈറ്റേഷനോ സംഭവിക്കാം എന്നുള്ള ധാരണ അയാൾക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ട് അതിൻ്റെ ബേസിൽ അയാൾ ഒരു മോഡൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ BAM ബോർ ആറ്റം മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ആ ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് പോസ്റ്റുലേറ്റ്സ്? പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വണ് റുദർഫോർഡ് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ആറ്റം ഇൻ ഫിക്സ്ഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. Orbit, shell, or orbit or stationary shell, stationary orbit or shell, മൂന്ന് പേരുകളാണ് പറഞ്ഞു. സ്റ്റേഷനറി ഓർബിറ്റ്, അതല്ലെങ്കിൽ ഷെല്ല്, അതല്ലെങ്കിൽ അലൗഡ് എനർജി ലെവൽസ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ എ ഫിക്സ് സർക്കുലർ പാത്ത് കോൾഡ് സ്റ്റേഷനറി ഓർബിറ്റ്, അലൗഡ് എനർജി ലെവൽ, അല്ലെങ്കിൽ ഷെല്ല്. റുദർഫോർഡ് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അയാൾ പറഞ്ഞത് ഫോർ ആൻ ഇലക്ട്രോൺ വിച്ച് ഇസ് റിവോൾവിംഗ് ഇൻ nth ഓർബിറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റ് ഇതാണ്, ഈ പറഞ്ഞതിൻ്റെ മുന്നേ പറയാനുള്ളൊരു പോയിന്റ്. കറങ്ങെന്ന് പറയുമ്പോൾ നെസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ ദ നെസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് റുദർഫോർഡ് പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത്. നെസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് വിച്ച് ഇസ് ഗിവൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എടാ ആക്ച്വലി അതിൻ്റെ എക്സ്പ്രഷൻ എന്താ വരുന്നത്? ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടാവും? Z പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും പ്രോട്ടോൺ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഉണ്ടാവും, അത്രയും പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിൽ ഉണ്ടാവും. പുറത്ത് റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ചാർജ് +Z. Plus E means the charge of proton, and how much proton means Z protons, right? അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് R. എങ്കിൽ ഇവിടെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ പറയാൻ പറ്റും മക്കളെ. എന്താണ് വരിക? K Q1 Q2 ഡിവൈഡ് ബൈ R². ഓക്കെ, ഇതാണല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ അല്ലേ? ഇതിൻ്റെ അത്ര ഈ Q1 K 1/4πε0. ഓക്കെ, യു നോ ദ വാല്യൂ 9×10⁹ അല്ലേ? SI യൂണിറ്റിൽ. CGS-ലാണെങ്കിൽ 1 ആണ് Kയുടെ വാല്യൂ. So what is Q1 and Q2? Q1 means ZE, Q2 means E. So ZE into E, ZE square divided by R². So ഇതാണ് electrostatic force in expression. And a body, electron of mass m, which is revolving in a circular orbit with a velocity v and with a radius to the radius r, then നമ്മളെ centripetal force അതിൻ്റെ expression ആണ് mv²/r. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് എക്സ്പ്രഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഡെറിവേഷനിലേക്ക് കടക്കുന്നില്ല, അതായത് ഡീറ്റെയിൽഡ് ഡെറിവേഷനിലേക്ക് കടക്കുന്നില്ല. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ mv² = kZe²/r എന്ന് കിട്ടും. അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് mv² എന്നാവും. അപ്പോൾ kZe²/2r എന്നാവും. കൈനറ്റിക് എനർജി കിട്ടും. കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി എന്താ വരിക? ഹാഫ് mv² എന്നുള്ളത് ഇവിടെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് kZe²/2r എന്ന് കിട്ടും. ഓക്കെ, റെഡി? ഇനി നിങ്ങൾക്കറിയാം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ. ഫോഴ്സ് എന്ന് പറയുന്നത് അഥവാ ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അട്രാക്റ്റീവ് ഫോഴ്സ് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. മൈനസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതാണ് പൊട്ടൻഷ്യൽ എനർജി. So minus kZe²/r² into r എന്ന് വരും. dr means here it is r. Okay, അപ്പോൾ മൈനസ് kZe²/r എന്നാവും പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ. ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എനർജി കിട്ടും. അപ്പോൾ ടോട്ടൽ എനർജി മൈനസ് kZe²/2r എന്നും കിട്ടും. സോ ഈ മൂന്ന് എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് kZe²/2r and kinetic energy equal to kZe²/2r.
and the potential energy is equal to kz e square by r minus kz e square by r. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കണക്ഷൻ ഞാനൊന്ന് പറയാം. കണക്ഷൻ ഇത് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ക്ലിയർ ആണ്. കൈനറ്റിക് എനർജി ഈസ് എക്സാക്ട്ലി ദ നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി ആൻഡ് ഇറ്റ് ഈസ് ദ negative of potential energy divided by 2. Okay, so this is very important. Okay, അതിൽ ഈ പറയപ്പെടുന്ന ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇസഡ് ഇ സ്ക്വയർ ബൈ ആർ. ഇതിൽ കെക്ക് വാല്യൂ കൊടുത്തു. ഓക്കെ, ഇ സ്ക്വയറിന് വാല്യൂ കൊടുത്തു. ആറിനൊക്കെ വാല്യൂ കൊടുത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എനർജിക്കും കാര്യങ്ങൾക്കൊക്കെ എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷനും അങ്ങേര് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അവർ nth ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എനർജിക്കും കാര്യങ്ങൾക്കൊക്കെ എക്സ്പ്രഷൻ കിട്ടും. റെഡിയാണോ? അപ്പോൾ ഡെറിവേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഞാൻ ആ എക്സ്പ്രഷൻ പറയാം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തേർഡ് പോസ്റ്റുലേറ്റ് അതാണ്. ഇങ്ങനെ എഴുതണ്ട. ഇൻ an nth ഓർബിറ്റ്, ഒരു ഇലക്ട്രോണ് എന്തിലാണ്? nth ഓർബിറ്റിലാണെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ള വിവരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇൻ an nth ഓർബിറ്റ് ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് മൈനസ് ദാറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ഇസഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ആണ്. ഏതാടോ കോൺസ്റ്റന്റ്? ആ കോൺസ്റ്റന്റ് നമ്മൾ നേരത്തെ ചേഞ്ച് ഇൻ എനർജി പറഞ്ഞപ്പോൾ പറഞ്ഞ കോൺസ്റ്റന്റ് 2.1 × 10⁻⁻19, 2.18 × 10⁻⁻18, 1312, 13.6 ആ കോൺസ്റ്റന്റ്. ഓക്കെ, അതേപോലെ തന്നെ ആ nth ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റിക്ക് അങ്ങനെ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഏതാണെന്ന് അറിയാലോ? SI യൂണിറ്റിലാണെങ്കിൽ 2.18 × 10⁻⁻18 ഏതും കോൺസ്റ്റന്റ് ഉപയോഗിക്കാം. ഈ കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇസഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അറ്റോമിക് നമ്പർ n എന്ന് പറയുന്നത് ഏത് ഓർബിറ്റിലാണോ? ഏതാണോ nth ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്. എനർജി ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇസഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജിയിൽ ഒരു A/B റേഷ്യോ എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസഡ് സ്ക്വയർ ആയതുകൊണ്ട് ഇസഡിൽ A/B തന്നെ ആയിരിക്കും, പക്ഷേ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇൻറ്റു എന്നിൽ അത് B/A ആയിരിക്കും. എന്നും ഇൻവേഴ്സ് സ്ക്വയർ ആണ് n. ഓക്കെ, ഫൈൻ, അത് ആവശ്യം വരും കേട്ടോ. റെഡി. ഇനി വെലോസിറ്റി കാണാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. 2.19 × 10⁻⁶. 2.18 ഒന്നല്ല, 2.19 × 10⁻⁶. ഇത് മൈനസ് 2.18 ആണ്. 2.19 × 10⁻⁶ ഓഫ് ഇസഡ് ബൈ n. അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ. സോ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് വെലോസിറ്റി. Okay, ready. And what about the case means? Velocity that is proportional to z by n ആണ്. അപ്പോൾ വെലോസിറ്റിയിൽ ഒരു A/B റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, PA/BB റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇസഡിൽ അത് A/B വിത്തൗട്ട് സ്ക്വയർ ആണ്, എന്നിൽ അത് B/A വിത്തൗട്ട് സ്ക്വയർ. നമ്മളെ ക്വസ്റ്റ്യൻസ് പല ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പ്രൊപ്പോർഷണാലിറ്റി സെൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐഡിയ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അടുത്ത എന്തോന്നാടാ? തേർഡ് വണ് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്നുള്ള ആ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ്, റേഡിയസിന് എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. A0 n² z ആണ്. A0 n² z. ഓക്കെ, ഫൈൻ. A0 n² z ആണ് എക്സ്പ്രഷൻ. റെഡി. Where A0 is a constant called Bohr's radius of first orbit, അതിൻ്റെ വാല്യൂ വരുന്നത് 52.9 picometer അല്ലെങ്കിൽ 0.529 angstrom. And the radius of particular orbit that is proportional to n² by z means if you have a ratio in radius as A/B, then the ratio in n as A/B, since it is directly proportional to the square of n, and the very same ratio which is in z as B/A, zB by za, no square there. Ready? Fine. അത്രയും കാര്യങ്ങൾ അറിയാം, അത് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ഒരു പോയിന്റ്, അയോണൈസേഷൻ എനർജി
അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്, അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എനർജി, അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റലിലാണല്ലോ, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണല്ലോ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഉള്ളത്. ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഉള്ള ഇലക്ട്രോണിനെ, എനർജി ലെവൽ 1 ആയിരിക്കുമ്പോൾ, അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, അവിടെയുള്ള ഇലക്ട്രോണിനെ ഇൻഫൈനൈറ്റ് എനർജി ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, അയണൈസേഷൻ എനർജി. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണെ പറിച്ചെടുക്കുകയാണ്. പറിച്ചെടുത്തിട്ട് ഇത് എവിടെ പോവുക? യൂണിവേഴ്സിൻ്റെ പുറത്തേക്ക് ഇടുമോ? ഇല്ല, യൂണിവേഴ്സിൽ എവിടെയെങ്കിലും കൊണ്ടേലും വെക്കുക. ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ ഇൻഫൈനൈറ്റ് എനർജി ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എനർജി ലെവലിൽ നിന്നും ഇൻഫൈനൈറ്റ് എനർജി ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ചേഞ്ച് ഇൻ എനർജിയാണ് ആക്ച്വലി എന്ത്, അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ഇൻഫിനിറ്റി മൈനസ് E1, ഈ ഇൻഫിനിറ്റി 0 ആയിരിക്കും. സോ മൈനസ് ഓഫ് E1 ആണ് അയണൈസേഷൻ എനർജി. വാട്ട് ഈസ് E1? ദാറ്റ് ഈസ് മൈനസ് ഓഫ് E1 എന്ന് പറയുന്നത് എന്താടാ? എനർജി ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്. എനർജി കാണാനുള്ള എക്സ്പ്രഷൻ ഇപ്പം നേരത്തെ പറഞ്ഞു, മൈനസ് ദ കോൺസ്റ്റന്റ് ഇൻറ്റു z²/n² കിട്ടും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസോടെ പ്ലസ് ആയിട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു z²/n² വേണ്ട, കാരണം n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, E1 അല്ലേ, n എന്ന് പറയുന്നത് 1 ആണ്. സോ മൈനസ് ദ കോൺസ്റ്റന്റ് ഈസ് ഇനഫ്, മൈനസ് കോൺസ്റ്റന്റ് ഇൻറ്റു z² ഈസ് ഇനഫ്. അയണൈസേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീസിന് അയണൈസേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ്. ആ എനർജിയുടെ കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് ഉപയോഗിച്ചാൽ മതി, z² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ലെവലുള്ള ഇലക്ട്രോണിനെ ഇൻഫൈനൈറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ എനർജി. റെഡി? ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു പോസ്റ്റുലൈറ്റായിട്ട് പറയുന്നത് റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. ആംഗുലർ മൊമെന്റം ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. ആംഗുലർ മൊമെന്റം ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. ഇപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോൺ ആംഗുലർ മൊമെന്റം h/2π ആയിരിക്കും. രണ്ടാമത്തെ ഓർബിറ്റിലാണെങ്കിൽ 2h/2π ആയിരിക്കും. സോ ദ ആംഗുലർ മൊമെന്റം L is equal to n into h/2π എന്നാണ് എക്സ്പ്രഷൻ പറയുന്നത്. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു n into h cut, where h cut that is h/2π. ഓക്കെ, അപ്പോൾ nth ഓർബിറ്റിലെ ഇലക്ട്രോൺ ആംഗുലർ മൊമെന്റം nh/2π ആയിരിക്കും. ഇത് ബോർ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ബോറിന്റെ ഒരു പോസ്റ്റുലേറ്റ് ആണ്. അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ലോവർ ടു ഹയർ ബൈ അബ്സോർബിങ് എനർജി. ലോവർ ഓർബിറ്റിൽ നിന്നും ഹയറിലേക്ക് ഇലക്ട്രോണിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി അബ്സോർബ് ചെയ്യണം. ഹയറിന്ന് ലോവറിലേക്ക് പോകണമെങ്കിൽ എനർജി എമിറ്റ് ചെയ്യണം. ആ ഓർബിറ്റലുകളുടെ എനർജിയുടെ ഡിഫറൻസ് എന്താണോ, അതായത് E2 മൈനസ് E1, അത്രയും എനർജിയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? അബ്സോർബ് ചെയ്യേണ്ടത്. അബ്സോർബ് ചെയ്യേണ്ട എനർജി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓർബിറ്റ് ടു ലോവർ ഓർബിറ്റ് എനർജി ഡിഫറൻസ്. റിലീസ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടു ലോവർ, ആ എനർജി ഡിഫറൻസ് എന്താണോ അത്രയും എനർജി അബ്സോർബ് ചെയ്താലാണ് മുകളിലേക്ക് പോവുക, അത്രയും എനർജി റിലീസ് ചെയ്താലാണ് താഴേക്ക് വരിക. അപ്പോൾ ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ലോവർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ് ആൻഡ് the radiation that is absorbed or emitted having the energy which is exactly equal to the difference. ആ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. നമ്മൾ സ്പെക്ട്രം പറഞ്ഞപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഇത്രയാണ് ബോറിൻ്റെ ഐഡിയാസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ബോറിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ബോറിൻ്റെ ലിമിറ്റേഷനിൽ ഒന്ന്, ഇത് ഒരു ഇലക്ട്രോൺ ഉള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയൊരു ലിമിറ്റേഷൻ ആണ്. ഓൺലി അപ്ലിക്കബിൾ ഫോർ യൂണി ഇലക്ട്രോൺ സ്പീഷീസ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ സ്പെക്ട്രൽ ലൈൻസ് ആരാ പറഞ്ഞത്? ബോറാ പറഞ്ഞത്. സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവാൻ കാരണം ആറ്റത്തിൻ്റെ ഉള്ളിൽ ഷെല്ലുകൾ ഉള്ളതുകൊണ്ടാണ്. ഷെല്ലുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആര് സംസാരിച്ചിട്ടുണ്ട്? ബോർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സബ്ഷെല്ലോ ഓർബിറ്റലിനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല, ബോർ സംസാരിച്ചിട്ടില്ല. ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ സബ്ഷെല്ലും ഓർബിറ്റലും ഉള്ളത് കൊണ്ട് ഈ ലൈൻ സ്പെക്ട്രത്തിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഫൈൻ സ്പെക്ട്രംസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ബോറിന് പറയാൻ പറ്റില്ല, കാരണം ബോർ സബ്ഷെല്ലിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞിട്ടില്ല. സോ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ഫൈൻ സ്പെക്ട്രം. അതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ. തേർഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഓർബിറ്റിലുള്ളതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റേണലി പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ പറയപ്പെടുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ വെച്ചിട്ട് നമ്മൾ സ്പെക്ട്രം ലൈൻസ് നോക്കുകയാണെങ്കിൽ, എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ വെച്ചിട്ട് നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് നോക്കുകയാണെങ്കിൽ, ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിന് ഓർബിറ്റൽ മോഷൻ ഉള്ളതിനെ കൊണ്ട്
ആ സ്പെക്ട്രൽ ലൈൻസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ആ സ്പെക്ട്രൽ ലൈൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയും. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സീമൻ ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും ആക്ച്വലി ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ മോഷനെ കൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഓർബിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബോറിന് അറിയാൻ പാടില്ല. ഓക്കെ, അടുത്തത് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫെയിൽ ടു എക്സ്പ്ലെയിൻ ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ് ആൻഡ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിളും ഡി ബ്രോഗ്ലിയുടെ കോൺസെപ്റ്റും അയാൾക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ലിമിറ്റേഷൻ. ഈ ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിളും ഡി ബ്രോഗ്ലിയുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്സ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. റെഡി? ഇത്രയുമാണ് ബോറിന്റെ എന്തായിട്ട് വരുന്നത്, ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. സോ നമ്മൾ അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത ലാസ്റ്റ് ആറ്റം മോഡലിലേക്ക് കടക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് ആറ്റം മോഡൽ ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. എന്തോന്നാ? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓർ വേവ് മെക്കാനിക്കൽ മോഡൽ എന്നും പറയും. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അതല്ലെങ്കിൽ വേവ് മെക്കാനിക്കൽ മോഡൽ എന്നും പറയും. റെഡി? അപ്പോൾ എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ? അതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. മക്കളെ ശ്രദ്ധിക്കുക. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന ഇലക്ട്രോണിനൊരു വ്യക്തമായ വേവ് മോഷൻ ഉണ്ടെന്ന്. വേവ് മോഷനെ കുറിച്ച് ബോർ പറഞ്ഞിട്ടില്ല. ഇലക്ട്രോൺ ഒരു വ്യക്തമായ വേവ് മോഷൻ ഉണ്ടെന്നും ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കാണാൻ പറ്റില്ല എന്നും കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നുള്ള ഹൈസൻബർഗിന്റെയും ഡി ബ്രോഗ്ലിയുടെയും കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ആ വേവ് മോഷനെയും ആ കാണപ്പെടുന്ന ഏരിയയും കൂടെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു വേവ് ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്തിട്ട് ഉള്ളൊരു മോഡൽ. അതാണ് എന്ത്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യാണ്. റെഡി? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചറാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് എല്ലാ വേവുകൾക്കും പാർട്ടിക്കിൾസിനും എന്തുണ്ട്? ഒരു വേവിന് 2 സ്വഭാവം ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ 2 സ്വഭാവം പറഞ്ഞല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾക്ക് 2 നേച്ചർ ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും അല്ലേ? അതുപോലെ പാർട്ടിക്കിളിനും 2 നേച്ചർ ഉണ്ടെന്നാണ് ഡി ബ്രോഗ്ലി എന്ത് ചെയ്തത്? പറഞ്ഞത്. മാറ്ററുകൾക്ക് 2 നേച്ചർ ഉണ്ട്. വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറുണ്ട്. അത് അയാള് mc² എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ ഇക്വേഷനും hc/λ എന്ന് പറയുന്ന പ്ലാങ്ക്സിന്റെ ഇക്വേഷനും കൂടെ ഒക്കെ കണക്ട് ചെയ്തിട്ട് ലാംഡ ഈക്വൽ ടു h/mv അഥവാ ലാംഡ ഈക്വൽ ടു h/p എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് സെഡ് ടു ബി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഓക്കെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് അതിനെ പറയാം. അപ്പോൾ വേവിനെ പോലെ തന്നെ പാർട്ടിക്കിളിന് എന്തുണ്ട്? ഡ്യുവൽ നേച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ പാർട്ടിക്കിളിന്റെ മാസ് കുറവാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് കൂടും. മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ വേവ് ക്യാരക്ടർ നല്ലോണം ഉണ്ടായിരിക്കും. ആര് തെളിയിച്ചേ? ഡി ബ്രോഗ്ലി തെളിയിച്ചേ. മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ വേവ് ക്യാരക്ടർ നല്ലോണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ mvക്ക് പകരം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ mc എന്ന് കൊടുക്കാം. ഇനി വേണമെങ്കിൽ mv എന്ന് പറയുന്ന സാധനം കൈനറ്റിക് എനർജിയുടെ ടേംസിൽ √2 ഇൻറ്റു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ടുണ്ടാവും. ഇനി അത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ h/√2 ഇൻറ്റു അതിൻ്റെ ചാർജ് ഇൻറ്റു ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡി ബ്രോഗ്ലി പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പോൾ ഡി ബ്രോഗ്ലി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എന്തായിരുന്നു? ലാംഡ ഈക്വൽ ടു h/mv എന്നാണ്. അപ്പോൾ എന്തായാലും വളരെ മാസ് കുറഞ്ഞ ഒരാൾക്ക് നല്ലൊരു വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോണിനൊക്കെ മാസ് വളരെ കുറവാണ്. അപ്പോൾ ഇലക്ട്രോണിന് നല്ലൊരു വേവ് ലെങ്ത് ഉണ്ടാവും തന്നെയാണ്. ഈവൻ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ പോലും ആ ഇലക്ട്രോണിന് നല്ലൊരു വേവ് ക്യാരക്ടർ ഉണ്ടാവും. മാസ് കുറഞ്ഞുകൊണ്ട് നല്ലൊരു വേവ് ക്യാരക്ടർ ഉണ്ടാവും തന്നെയാണ് ആര് തെളിയിച്ചത്? ഡി ബ്രോഗ്ലി പറഞ്ഞത്. അങ്ങനെ ഒരു വേവ് ക്യാരക്ടറിനെ കുറിച്ച് ബോർ പറഞ്ഞിട്ടില്ല. ഇലക്ട്രോൺ ഫിക്സഡ് സർക്കുലർ പാത്തിൽ കറങ്ങുന്ന ഒരു വേവി മോഷനെ കുറിച്ച് ബോർ പറഞ്ഞിട്ടില്ല. അതാണ് ബോറും ഡി ബ്രോഗ്ലിയും തമ്മിൽ വരുന്ന കോൺട്രാഡിക്ഷൻ. ഓക്കെ, ആ കോൺട്രാഡിക്ഷൻ, അപ്പോൾ അതാണ് കോൺട്രാഡിക്ഷൻ മനസ്സിലാക്കി വെക്കുക. ആ കോൺട്രാഡിക്ഷൻ പറയുമ്പോൾ തന്നെ നമുക്ക് ബോറും ബ്രോഗ്ലിയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. ബോർ ബ്രോഗ്ലി ഇക്വേഷൻ. ബോർ ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയുന്നത് ബോർ പറഞ്ഞ എന്താടാ? mvr ഈക്വൽ ടു nh/2π എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പൊ ഇങ്ങേര് പറഞ്ഞതോ? ആര്?
ഡി ബ്രോഗ്ലി പറഞ്ഞ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്നാണ്. അപ്പൊ എം വി ഈക്വൽ ടു എന്താ? എച്ച് ബൈ ലാംഡ. ഈ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പറഞ്ഞേ എച്ച് ബൈ ലാംഡ ടൈംസ് ഓഫ് ആർ എസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π എന്നാവും. സോ എച്ച് ക്യാൻസൽ ചെയ്തിട്ട് എൻ ഇൻറ്റു ലാംഡ ഇതാണ് പോട്ടെ, ഇത് കിട്ടാൻ ഇറങ്ങട്ടെ. എൻ ലാംഡ ഈക്വൽ ടു 2πr എന്നാവും. എൻ ലാംഡ ഈക്വൽ ടു 2πr. എന്താ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഫോർ എ വേവ്. ഇപ്പൊ എൻ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth ഓർബിറ്റിലുള്ള വേവിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സർക്കുലർ മോഷനിലുള്ള പെരിമീറ്റർ ആയിരിക്കും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അതായത് ഒന്നാമത്തെ ശ്രദ്ധിക്കുക, അനേകം ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ, ന്യൂക്ലിയസിന് ചുറ്റും അനേകം ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മൂന്നാമത്തെ n = 3 ആണെങ്കിൽ മൂന്നാമത്തെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 ലാംഡ ആയിരിക്കും. മൂന്നാമത്തെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന് 3 വേവുകൾ ഉപയോഗിക്കുന്നതാണ്. 3 വേവുകൾ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ പെരിമീറ്റർ 3 ലാംഡ ആവുക. ഒരു വേവിന്റെ ഡിസ്റ്റൻസ് ആണ് ലാംഡ. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഒന്നാമത്തെ ഓർബിറ്റിൽ ഒരു വേവ് കൊണ്ട് തീരുന്ന അർത്ഥം. അപ്പൊ അത് ബോറിന്റെ സർക്കുലർ പാറ്റേണും ഡി ബ്രോഗ്ലിയുടെ വേവ് മോഷനും കൂടെ കണക്ട് ചെയ്താൽ പറയാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ലാംഡ ഈക്വൽ ടു 2πr. ബോർ ബ്രോഗ്ലി ഇക്വേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്, വെർണർ ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ആൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഒരേ സമയം ഒരു വസ്തുവിന്റെ പൊസിഷനും മൊമെന്റും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമാണ്, പറയാൻ പറ്റില്ല. It is impossible to determine both position and momentum of a moving subatomic particle simultaneously and accurately. ഒരേ സമയം ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഒരു വസ്തുവിന്റെ പൊസിഷനും മൊമെന്റും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എറർ ഉണ്ടാവുന്നതാണ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, എന്നിട്ട് അയാൾ പറഞ്ഞത് പൊസിഷനിൽ വരുന്ന എറർ ഡെൽറ്റ എക്സും മൊമെന്റത്തിൽ വരുന്ന എറർ ഡെൽറ്റ പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ എങ്ങനെ പോയാലും h/4πയേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയും. h/4π എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കാണുകയാണെങ്കിൽ 5.3 × 10⁻³ എന്ന് വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. കണ്ടില്ലേ, 5335. ഓക്കെ, ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി എന്നുള്ള രീതിയിലേക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം. ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π. പല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ഇനീക്വാളിറ്റി മാറ്റിയിട്ട് എന്താക്കാം, ഈക്വാളിറ്റി ആക്കി മാറ്റാം. അപ്പോൾ ഹെയ്സൻബർഗ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾ വളരെ ഡീപ്പായിട്ടൊന്നും പറയണ്ട. ഈ റിലേഷൻ അറിയാം. ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരേ സമയം പൊസിഷനും മൊമെന്റും ഒരു മൂവിങ് സബറ്റോമാറ്റിക് പാർട്ടിക്കിളിനും പറയാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ ഒരിക്കലും യൂണിഫോം മോഷൻ അല്ല, ഫിക്സഡ് സർക്കുലർ മോഷൻ അല്ല. ബോർ പറഞ്ഞു ഇലക്ട്രോൺ ഫിക്സഡ് സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നത്. ഒരു വസ്തു ഫിക്സഡ് സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നതിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ വസ്തു ഇത്രാമത്തെ സെക്കൻഡിൽ ഇത്ര വെലോസിറ്റിയിൽ ഇന്ന പൊസിഷനിൽ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്നാണ് ആര് തെളിയിച്ചത്? ഹെയ്സൻബർഗ് എക്സ്പെരിമെന്റിൽ തെളിയിച്ചത്. അപ്പോൾ ബോർ പറഞ്ഞ പോലെ ഫിക്സഡ് സർക്കുലർ പാത്തിലല്ല ആര് കറങ്ങുന്നത്, ഇലക്ട്രോൺ കറങ്ങുന്നതാണ് ഹെയ്സൻബർഗ് പറയാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഹെയ്സൻബർഗ് പറഞ്ഞാണ് അപ്പോൾ ഇലക്ട്രോണിന്റെ ഒരു ഫിക്സഡ് ഭാഗത്ത് കാണാൻ പറ്റില്ല, ആ ഭാഗത്തിനോട് അടുത്ത കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും, അതിനെ നമ്മൾ ഓർബിറ്റൽ എന്ന് പറയും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി ഈ പറയുന്ന ഇലക്ട്രോണിന് ഒരു വേവ് ക്യാരക്ടർ ഉണ്ടെന്നും എന്നുള്ള ഡി ബ്രോഗ്ലിയുടെ കോൺസെപ്റ്റും, അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഒരു ഫിക്സഡ് ഭാഗത്തല്ല കുറച്ച് ഏരിയയിലാണ് കാണുക എന്നുള്ള ഹെയ്സൻബർഗിന്റെ ഐഡിയ എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് സ്ട്രോഡിഞ്ചർ എന്ന് പറയുന്ന ആള്, സ്ട്രോഡിഞ്ചർ എന്ന് പറയുന്ന ആള് ഒരു വേവ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രോഡിഞ്ചർ എന്ന് പറയുന്ന ആൾ ഒരു വേവ് ഇക്വേഷൻ എന്ത് ചെയ്തു, ഫോർമുലേറ്റ് ചെയ്തു. ആ വേവ് ഇക്വേഷൻ ഒന്ന് അറിയാം. del square psi plus 8π² m divided by h square of e minus v of psi equal to 0. Del square psi plus 8π² m divided by h square of e minus v of psi equal to 0. Where del square is said to be Laplacian operator. അതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്, ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിക്കേണ്ടുള്ളൂ, കാരണം ഇക്വേഷൻ തന്നെ 4 ചോയ്സ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇവിടെ പ്ലസ് ഇട്ട് ഇവിടെ സ്ക്വയർ ഇടാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാത്തതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരേപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ del square psi plus 8π² m divided by h square of e minus v of psi equal to 0. ഫൈൻ, അതാണ് ഇക്വേഷൻ. Where del square is said to be Laplacian operator. E is the total energy of electron. Total energy
V is the potential energy. അപ്പോൾ അവിടെ പറയാൻ വിട്ടുപോയ ഒരു ടേം ഉണ്ട്, എന്ത്? psi. psi എന്ന് പറയുന്നത് wave function ആണ്. psi is the wave function which represents the wave motion of electron around nucleus, or psi is otherwise known as atomic orbital. Okay, ready? അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയാം. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഇക്വേഷന് വേറെയും ഫോമുകളുണ്ട് കേട്ടോ. ഈ ഇക്വേഷന്റെ കണ്ടൻസ്ഡ് ഫോം ഒക്കെ ഉണ്ട്. കണ്ടൻസ്ഡ് ഫോം NCERT-കകത്ത് കൊടുത്ത ഫോം ഉണ്ട്. H psi equal to E psi, where H cap എന്ന് അങ്ങനെ പറയാറില്ല. H, this is said to be Hamiltonian operator. Hamiltonian operator. ഇനി ഡെൽ സ്ക്വയറിന് വാല്യൂ എടുത്ത് ഒന്നും കൂടി വലുതാക്കാനും പറ്റും ഇക്വേഷൻ. നിങ്ങൾ ഈ രണ്ടും പഠിക്കുക. ഓക്കെ, ഇക്വേഷനായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന വേവ് ക്യാരക്ടർ ഉണ്ടെന്നും അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്ന സൈയും ഇലക്ട്രോണിന്റെ വേവ് മോഷനും ഒക്കെ കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ഇർവിൻ ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന ആള് ഒരു വേവ് ഇക്വേഷൻ ഫോമുലേറ്റ് ചെയ്തു. ആ വേവ് ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ അങ്ങേര് അതിനെ സോൾവ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ സോൾവ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തായിട്ട് നമ്മൾ പറയാറ്? ക്വാണ്ടം നമ്പേഴ്സ് ആയിട്ട് പറയാറ്. എന്താ പറയുക? ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ മറ്റേ ഇക്വേഷനും കൂടെ പറയാം. ക്വാണ്ടം നമ്പേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഇക്വേഷനും കൂടെ പറയാം. ഏത്? ഡെൽ സ്ക്വയറിന് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയറിന് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയാം. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡോ ഇസെഡ് സ്ക്വയർ ഓഫ് പ്ലസ് 8 pi square m divided by h square of e minus v of psi equal to 0 now. So this is nothing but this is del square psi. Laplacian operator no value എടുത്തു. This is the actual form. Okay, ഇത് സോൾവ് ചെയ്തിട്ട് സിഗ്നിഫിക്കൻസ് ഉള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ സിഗ്നിഫിക്കൻസ് ഉള്ള സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഏഗൻ വാല്യൂസ്. എന്താ പറയുക? ഏഗൻ വാല്യൂസ്. ആ ഏഗൻ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഒരു 4 ക്വാണ്ടം നമ്പേഴ്സും അങ്ങേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ആ 4 ക്വാണ്ടം നമ്പേഴ്സിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. ഓക്കെ.